ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് സർക്കാരിന് ഇഷ്ടമില്ലാത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ ഡിസിഡൻ്റാണ്. വിമത ശബ്ദം താല്പര്യമില്ല. കാരണം അത് പലപ്പോഴും പലതരത്തിൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ. ചിലപ്പോൾ ഞാനടക്കമുള്ളവർ വിചാരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ബൈഔട്ട് ചെയ്യപ്പെട്ടോ ഇന്ന് വിചാരിച്ചൊരു മനുഷ്യനാണ്. പ്രതിപക്ഷത്തെ മൊത്തത്തിലായിട്ട് ഇത് മേടിച്ചെടുത്തോ, സംസാരിക്കാനില്ലാതെ ആക്കിയോ. കാരണം അതുപോലെയുള്ള തരത്തിലുള്ള കോർപ്പറേറ്റ് മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഒരു കാരണമായി, അതിന് വിദ്യാർത്ഥികളൊരു ശക്തിയായി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഈ ഒരു ശബ്ദം വലിയ ശബ്ദമായിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടണം. ആ ശബ്ദത്തിൽ അത് ഏതൊക്കെ അറ്റം വരെ പോയാലും, ഡൽഹിയിൽ ഏത് കോണിൽ പോയാലും അത് കേൾക്കണം. നാളെ ഇവർക്കെതിരെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടു, പ്രക്ഷോഭം തുടങ്ങി, ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മർദ്ദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പതുക്കെ ഇത് അറസ്റ്റിലേക്ക് തിരിയും. ആരും അറിയാതെ ഇവരെല്ലാം ഏതോ ഒരു കോണിലൊരു UAPA ചാർജുമായിട്ട് പതുക്കെ മാറുന്നത് നമ്മളെല്ലാവരും കാണും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പോവാണ്. ആ കാഴ്ച ഉണ്ടാവേണ്ടി വരരുത്. കാരണം അതിനു മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ നേടിയെടുക്കണം. അതിന് ഈ പ്രക്ഷോഭം നിരന്തരമായി തുടരണം. എല്ലാ ഭാഗത്തു നിന്നും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഈ കൊടുക്കുന്ന ശക്തിയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഊർജം. അത് കെടാതെ നിലനിർത്തുക. അത്രയേ ഉള്ളൂ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഇങ്ങനൊരു വലിയ സദസ്സിൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അതിലൊരുപാട് സന്തോഷം. സിനിമ പരിപാടി സ്വപ്നങ്ങൾ നടന്നുകൊണ്ട് വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നത് ഒരു അടിയന്തരാവസ്ഥയാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി അതിന് ചോർച്ച വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് സ്ലോ പോയ്സണിങ് ആണ്. നാളെ വരാൻ പോകുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. കാരണം അതിനുവേണ്ടി പ്രതികരിച്ച കുട്ടികളെ തലതിരി പൊളിക്കുക, ഒരു രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ, ഒപ്പോസിഷൻ ലീഡറെ പുല്ലുവലെടുത്തുകൊണ്ട് പോയിത്തുക, ഇതൊരു അടിയന്തരാവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടും. അതിനെതിരെ ആദ്യം ബോധത്തോടു കൂടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്കാണ് കൈയടി. അവരെ ഓർമ്മപ്പെടുത്തി ഒരിക്കലും യുവജന പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിൽ തളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഒരുപാട് നല്ല ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്. സാറ് പറഞ്ഞ പോലെ വിശാലമാക്കാം. താങ്ക് യു. ഇവിടെ വരാൻ പറ്റിയതിൽ ഞാനുണ്ട്.